സെലബിയുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച നടപടിയിൽ നിർണായക നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി. സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ നല്ലതെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച നടപടിക്കെതിരെ സെലബി സമർപ്പിച്ച ഹർജി വാദം കേൾക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, രാജ്യസുരക്ഷ തന്നെയാണ് പ്രധാനമെന്നുള്ള നിലപാട് തന്നെയല്ലേ കോടതി മുന്നോട്ട് വയ്ക്കുന്നത്? രാജ്യസുരക്ഷയ്ക്കപ്പുറം മറ്റൊന്നില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 3700-ലേറെ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു വിഷയമായതിനാൽ അക്കാര്യം പരിഗണിക്കണമെന്ന ഒരു ഗ്രൗണ്ട് മാത്രമായിരുന്നു സെലബിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് നിഷേധിച്ചതിനെതിരെ നൽകിയ ഹർജിയിൽ കൃത്യമായി ഉന്നയിക്കാനുണ്ടായിരുന്ന ഒരു വാദമുണ്ടായിരുന്നത്. എന്നാൽ ആ വാദം അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചിന്തിക്കേണ്ടി വരുമ്പോഴെങ്കിലും കൃത്യമായൊരു മറുപടി സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഈ പരിഗണനയുടെ ദിശ, അതായത് ഈ കേസിന്റെ വാദം കേൾക്കലും അതുപോലെ തന്നെ കേസ് പരിഗണിക്കുന്നതിന്റെയും ദിശ സംബന്ധിച്ച് ഒരു കൃത്യമായ സൂചന നൽകുന്ന നിരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത്. സുരക്ഷിതരായിരിക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന കൃത്യമായൊരു നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വളരെ വലിയ വിശാലമായ കാര്യങ്ങളാണ് ഹർജിക്കാർക്ക് വേണ്ടി, അതായത് സെലബിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. അതായത് 17 വർഷമായി തുടരുന്ന സേവനത്തിൽ ഇത്തരത്തിലൊരു ബ്ലാക്ക് മാർക്ക് ഒന്നും തന്നെ വരാത്തൊരു സ്ഥാപനമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചുവെങ്കിൽ കൂടി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന സൂചന നൽകുന്ന ഒരു നിലപാടാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നിലപാടിൽ നിന്ന്, അതായത് സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് എന്തെങ്കിലും സംഭവിച്ച് ഖേദിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് കോടതി പറയുമ്പോൾ ആ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം, രാജ്യസുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന നിലപാട് തന്നെയാണ് ഉറച്ചു പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയ ഒരു ആക്രമണത്തിന് പിന്നാലെയാണ്, അതായത് പഹൽഗാം ആക്രമണത്തിനൊക്കെ പിന്നാലെയാണ് ഈ പാകിസ്ഥാനുമായുള്ള ശക്തമായ ഭീകരവിരുദ്ധ പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലൊരു സൈനിക നടപടി ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ പിന്തുണ നൽകുന്ന ഡ്രോണുകൾ നൽകിയ ഒരു രാജ്യത്തിന്റെ പരമാധികാര സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികളുടെ സ്ഥാപനം എന്ന നിലയിൽ തന്നെ സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട് എന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സെലബി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു.